ഈയിടെ മലയാളത്തിൽ ഏറ്റവും അധികം ആൾക്കാർ കണ്ട കേട്ട ഒരു ഗാനമുണ്ട്. ഇതാണ് ആ ഗാനം. അതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. ആ ഗാനം തന്നെ. യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഗാനം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു മാസം കൊണ്ട് 71 ലക്ഷം പേരിലധികം ഈ വീഡിയോ കണ്ടിരിക്കുന്നു. എന്താണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് മലയാളികൾ ഈ ഒരു ഗാനത്തെ ഇത്ര പെട്ടെന്ന് ഇതുപോലെ നെഞ്ചേറ്റിയത്? ഈ വീഡിയോ അതിലേക്കുള്ള ഒരു അന്വേഷണമാണ്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. എന്തുകൊണ്ടാണ് മലയാളികൾ ഈ ഒരു ഗാനത്തെ ഇത്ര പെട്ടെന്ന് ഇതുപോലെ നെഞ്ചേറ്റിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടുന്നതിന് മുൻപ് എന്താണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന കാര്യം കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഈ ഗാനത്തിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നിഹാൽ സാദിഖാണ്. കമ്പോസ് ചെയ്തിരിക്കുന്ന നിഹാൽ സാദിഖും ഹനാൻ ഷായും ചേർന്നാണ് ഗാനം പാടിയിരിക്കുന്നത്. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ, ഇങ്ങനെയാണ് ആ ഗാനം തുടങ്ങുന്നത്. പാട്ട് തുടങ്ങുന്നത് നിഹാൽ സാദിഖാണ്. അടുത്ത വരികൾ പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ ഖിസകൾ കഥകൾ നിലയ്ക്കാതെ. ഈ ഭാഗം പാടുന്നത് ഹനാൻ ഷായാണ്. ആദ്യത്തെ 2 ലൈനുകൾ നിഹാൽ പാടുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഹനാൻ പാടുന്ന വരികൾ. രണ്ടുപേരുടെയും ശബ്ദം ഏകദേശം ഒരേപോലെ തോന്നിക്കും, എങ്കിലും പാടുമ്പോൾ പ്രകടമായ വ്യത്യാസം ഫീൽ ചെയ്യുകയും ചെയ്യും. മലയാളം അറിയില്ലാത്ത ഒരാൾ മലയാളം പാടുന്നത് പോലെ തോന്നും നിഹാൽ പാടുന്നത് കേൾക്കുമ്പോൾ. ഈ പാട്ട് മാത്രമല്ല, ഖൽബിലെ പാട്ടാണെങ്കിലും 4 വർഷം മുൻപിറങ്ങിയ ചെകുത്താൻ എന്ന ആൽബത്തിലെ പാട്ടാണെങ്കിലും നിഹാൽ അങ്ങനെ തന്നെയാണ് പാടുന്നത്. അതാണ് അയാളുടെ ശൈലി എന്ന് തോന്നുന്നു. എന്നാൽ ഹനാൻ പാടുന്നത് നിഹാൽ പാടുന്നത് പോലെ അല്ല. അവിടെ നിന്നും ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് എന്നിടത്തേക്ക് വരുന്നത് 2 പേരും ചേർന്നാണ്. ഇവിടെ എത്തുമ്പോൾ പെർഫെക്റ്റ് ബ്ലെൻഡാണ് 2 ശബ്ദവും. 2 പേരുടെയും ശബ്ദത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ബ്ലെൻഡാണ്. ഹനാൻ ഷായുടെയും നിഹാൽ സാദിഖിൻ്റെയും റെൻഡിഷൻ വളരെ കാഷ്വലാണ്. അതേപോലെ തന്നെ 2 പേരുടെയും ശബ്ദം അൺഫോഴ്സ്ഡ് ആണ്. ഒട്ടും ശ്രമകരമായി തോന്നിയില്ല. കൂളായി പാടുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. 2 പേരും കാര്യമായ വോക്കൽ അക്രോബാറ്റിക്സ് ഒന്നും ചെയ്യുന്നുമില്ല. 2 പേരുടെയും വോക്കൽസ് വളരെ നാച്ചുറലാണ്. ഒപ്പം ഗാനത്തിൻ്റെ ഇൻറ്റിമേറ്റ് അന്തരീക്ഷത്തിന് ഉതകുന്ന തരത്തിലുള്ള അല്പം റോ ആയിട്ടുള്ള ഒരു റെസൊണൻസ് ഗാനത്തിൽ ഇവർ സൂക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ വോക്കൽസിലുള്ള വളരെ ചെറിയ ഇംപെർഫെക്ഷൻസ് പോലും ഗാനത്തിൻ്റെ ജെനുവിനെസ്സും വൈകാരികമായ റെസൊണൻസും എൻഹാൻസ് ചെയ്യുന്നുമുണ്ട്. ഹനാൻ പാടുന്ന 2ാമത്തെ ലൈനുകളിലാണ് നോട്ട്സിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുന്നത്. എന്നാൽ കോംപ്ലക്സ് ആയ ഒരു മെലഡി അല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം ഈസിയായി ഗായകർക്ക് പാടുവാൻ കഴിയുന്നു. ക്ലിയറും ഒപ്പം വളരെ സത്യസന്ധമായ സ്ട്രെയിറ്റ് ഫോർവേഡായ ഡെലിവറിയിലാണ് 2 ഗായകരുടെയും ഊന്നൽ. വോക്കൽ കസർത്തുകൾ എങ്ങും കാണുന്നില്ല. ഇങ്ങനെ ഒരു ഗാനത്തിന് അതിൻ്റെ ഒരു ആവശ്യമുള്ളതായി എനിക്ക് തോന്നിയില്ല. പാട്ടിലുടനീളം 2 ഗായകർക്കും പാടുന്നതിലുള്ള സ്ഥിരത അങ്ങനെ തന്നെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഗാനം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വളരെ സ്ട്രെയിൻ ഫ്രീ ആയ റെൻഡിഷനും സാധ്യമായിട്ടുണ്ട് 2 പേർക്കും. വരികളുടെ അർത്ഥം ഒട്ടും ചോർന്നു പോകാത്ത, അതിൻ്റെ അന്തസത്ത വെളിവാക്കുന്ന രീതിയിലുള്ള ഭാവപ്രകടനമാണ് ഇവർ 2 പേരും പാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതുകൂടി എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതിയാണ്. കാർ മേഘമൊഴിഞ്ഞു പൂ മെല്ലെ വിരിഞ്ഞു, കാതാകെ നീ മൂളുന്നൊരീണമോ, കാറ്റുപോലെന്നെ മൂടണേ വഴിയോര നേരങ്ങളേറണേ, ദൂരെ ദൂരങ്ങൾ നിന്നെയും തേടണേ. ഇതാണ് 2ാമത്തെ സ്റ്റാൻസ. ഇവിടെ എല്ലാം ലിറിക്സിൻ്റെ ഉള്ളറിഞ്ഞുള്ള ആലാപനമാണ് ചിറാപ്പുഞ്ചിയെ വേറിട്ട് നിർത്തുന്നത്. ഈ ഗാനത്തിൻ്റെ ഡെലിവറി വളരെ കാഷ്വലായി ഫീൽ ചെയ്യുന്നതിനൊപ്പം കുറച്ചൊരു സംഭാഷണ പരം കൂടി ആയതുപോലെ എനിക്ക് തോന്നി. ഗായകർ അവരുടെ ചിന്തകളും വികാരങ്ങളും അടുത്തൊരു സുഹൃത്തിനോട് പങ്കുവെക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഗാനത്തിൻ്റെ ടോൺ നൊസ്റ്റാൾജിക് ആണെങ്കിൽ അതിലൊരു വിഷാദത്തിൻ്റെ ഛായ കൂടി കലർന്നതുപോലെ കേൾക്കുമ്പോൾ ആസ്വാദകർക്ക് തോന്നും. ഗാനത്തിൻ്റെ റിഥം ശാന്തമായി ഒഴുകുന്നത് പോലെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സിൻകോപ്പേറ്റഡ് ആകുന്നുമുണ്ട്. ഈ ഗാനത്തിൻ്റെ ലിറിക്സ് സുഹൈൽ കോയയുടേതാണ്. മനോഹരമാണ്. ആരോ ഒരാൾ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ എവിടെയോ സ്വാതന്ത്ര്യം തേടി യാത്ര പോകേണ്ടേ എന്ന് നമ്മളോട് ചോദിക്കുന്നു. ആരും കൂട്ടില്ലാതെ കാടുകളും കരകളും കാണുവാൻ, ആരും കാത്തു നിൽക്കാത്ത ദൂരെ ഒരിടത്തു പോയി നിലയ്ക്കാത്ത കിസകളും കഥകളും കേൾക്കുവാൻ ഒരു യാത്ര പോകേണ്ടേ എന്ന് കവി നമ്മളോട് ചോദിക്കുന്നു.
യാത്രയുടെ മടുപ്പ് അകറ്റുന്ന, അതിൻ്റെ ഭംഗിക്ക് ആക്കം കൂട്ടുന്ന മഴയും നിലാവും പോലെയുള്ള ബിംബങ്ങളും അതോടൊപ്പം ചേരുന്നു. ചിറാപ്പുഞ്ചി പോലെ പോകാത്ത, എന്നാൽ പോകാൻ ആഗ്രഹിക്കുന്ന, നിറയെ മഴയുള്ള ഒരിടത്തേക്ക് നിലാവിൻ്റെ വഞ്ചി തുഴഞ്ഞെത്തുവാൻ കവി എല്ലാവരോടും പറയുന്നു. മ്യൂസിക് അറേഞ്ച്മെൻറ്റ്സ്, അതേപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ എല്ലാം ഈ ഗാനത്തിൻ്റെ ആകെ കൂടിയുള്ള അന്തരീക്ഷത്തിന് യോജിക്കുന്നത് തന്നെയാണ്. അറേഞ്ച്മെൻറ്റ്സ് വളരെ സിമ്പിളാണ്. ശാന്തമായിരുന്ന് റിലാക്സ്ഡ് ആയി ഇരുന്ന് കേൾക്കുവാൻ പാകത്തിന് സിമ്പിളാണ്. അതിനായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ശ്രദ്ധാപൂർവമാണ് ലെയർ ചെയ്തിരിക്കുന്നത്. വോളിയത്തിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ചെറിയ സട്ടിലായുള്ള ഷിഫ്റ്റ് വരുത്തിക്കൊണ്ട് ഡൈനാമിക്സ് ഗാനത്തിൻ്റെ ഡെപ്ത് ഉയർത്തുന്നുമുണ്ട്. ഈ ഗാനത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ അക്കോസ്റ്റിക് ഗിറ്റാറിലാണ്. തുടക്കം തന്നെ ശ്രദ്ധിക്കൂ. പിന്നീട് രണ്ടുപേരും പാടുമ്പോഴും അക്കോസ്റ്റിക് ഗിറ്റാർ ഫോളോ ചെയ്യുന്നത് മനോഹരമായി തന്നെയാണ്. റിലാക്സ്ഡ് ആയ ആ ഒരു ഫീൽ നൽകുന്ന ഗിറ്റാറിൻ്റെ റിഥം സിമ്പിളാണ്, ക്യാച്ചിയാണ്, അതേപോലെ സിൻകോപ്പേറ്റഡുമാണ്. അതുപോലെ തന്നെയാണ് പെർക്കഷൻ്റെ കാര്യവും. ജെൻറ്റിൽ ഡ്രംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സട്ടിലായിട്ടുള്ള റിഥമിക് ആക്സൻസ് ആണ് അത് ഫോളോ ചെയ്യുന്നത് തന്നെ. പെർക്കഷൻ നമുക്ക് ക്ലിയർ ആയി കേൾക്കാനാവുന്നത് ആദ്യത്തെ ചിറാപ്പൂഞ്ചി കഴിഞ്ഞ് വരുന്ന BGMലാണ്. അവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായും ശരിക്കും ആസ്വദിക്കുവാൻ പറ്റും. ഈ BGMൽ തന്നെയാണ് ഫ്ലൂട്ട് വ്യതിരിക്തമായിട്ട് വരുന്നത്. മൊത്തത്തിൽ ഫ്ലൂട്ട് ഗാനത്തിൻ്റെ മെലഡി കമ്പോണൻറ്റിനെയും വോക്കലിനെയും നന്നായി കോംപ്ലിമെൻ്റ് ചെയ്യുന്നുമുണ്ട്. ഏതൊരു പാട്ടിൻ്റെയും ഇമോഷണൽ ഡെപ്ത് എൻഹാൻസ് ചെയ്യുവാൻ ഫ്ലൂട്ടിന് അസാധാരണമായ ഒരു കഴിവുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പാട്ടിലും എനിക്കത് 100% തോന്നി. ആ BGM ശരിക്കും ഫ്ലൂട്ട്, ഡ്രംസ്, ഗിറ്റാർ, കീബോർഡ് ഇതിൻ്റെ എല്ലാം മനോഹരമായ ഒരു സമ്മേളനമായിട്ടാണ് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാകുക. എനിക്കങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്കോ? കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മ്യൂസിക് അറേഞ്ച്മെൻറ്റ്സ്, അതേപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതെല്ലാം ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാനും കേൾവിക്കാരുടെ ഉള്ളിൽ ഒരു വൈകാരിക പ്രതലം ഉണ്ടാക്കുവാനും സഹായിക്കുന്നുണ്ട്. ഗാനത്തിൻ്റെ ഓവറോൾ അപ്പീൽ ഉയർത്തുവാൻ എല്ലാ സംഗീത ഉപകരണങ്ങളും വോക്കൽസിനെ പെർഫെക്റ്റായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുമുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഗാനം ഒരു സൂപ്പർ ഹിറ്റ് ആയത് എന്ന കാര്യം കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത് എൻ്റെ മാത്രം നിരീക്ഷണമാണ്. നിങ്ങൾക്കൊരു പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം. എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. പല കാരണങ്ങൾ കൊണ്ടാകാം ഈ ഗാനം ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത്. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഗാനം കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടുന്ന, അവരറിയാതെ ആവാഹിക്കപ്പെടുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. അതാകണം ഒരു പക്ഷേ ശ്രോതാക്കളെ ഈ ഗാനത്തിലേക്ക് ഇത്രമേൽ അടുപ്പിച്ചത്. ഒരു ഗൃഹാതുരത്വത്തിൻ്റെ അംശം അത് നമ്മളിൽ പലരിലേക്കും വളരെ വ്യക്തമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു നൊസ്റ്റാൾജിയയും വരികളിൽ ധ്വനിപ്പിക്കുന്ന ഒട്ടേറെ കാലമായി പോകാൻ കഴിയാത്ത ഒരിടത്തേക്ക് പോകണമെന്ന ആ ഒരു തീവ്രമായ അഭിലാഷം അതുകൂടി കേൾവിക്കാരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഭംഗിയായി റിലേറ്റ് ചെയ്യുവാൻ പറ്റുന്നു എന്നിടത്താണ് ഈ ഗാനം വിജയിച്ചത്. മറ്റൊരു കാര്യം, ആകർഷകമായ മെലഡിയാണ്. അത് സിമ്പിളാണ്, എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും കൂടെ പാടുവാനും മൂളുവാനും പറ്റുന്നതാണ്. ഗാനത്തിൻ്റെ കാഷ്വൽ ഡെലിവറിയും വോക്കൽസിൻ്റെ റോ സ്വഭാവവുമാണ് അതിനെ ആകർഷകമാക്കിയ മറ്റൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നിയത്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും മറ്റും കൊടുക്കുന്ന പിന്തുണയും വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയും എല്ലാം ഗാനത്തിനെ നന്നായി സഹായിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പാടിയ ഗായകരുടെ ആത്മാർത്ഥമായ ആലാപനം, ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന വരികൾ, ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മെലഡിയും മ്യൂസിക്കും എല്ലാം ആകണം ഈ ഗാനത്തെ കേൾവിക്കാർ ഇങ്ങനെ നെഞ്ചേറ്റുവാൻ കാരണം ആയത്. ഗാനം ഇതുവരെ കേൾക്കാത്തവർ തീർച്ചയായും കേൾക്കണം. ഈ ഗാനത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ഒട്ടേറെ പേരുണ്ട്. എല്ലാ കലാകാരന്മാർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. ഈ ഗാനം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? എങ്ങനെയാണ് ഈ ഗാനം നിങ്ങളെ കണക്ട് ചെയ്തത് എന്നുകൂടി പറയുവാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.